നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ അനിൽ ആന്റണിയുടെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ അദ്ദേഹം ആൾക്കൂട്ടത്തെ നോക്കി ആദ്യം വിളിച്ചത് സ്വാമിയെ ശരണമയ്യപ്പ എന്നായിരുന്നു. ഈ ശരണം വിളി അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകളാണ് വിളിച്ചത്. എന്തായാലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമാണ് എൻഡിഎക്ക് മുന്നേറ്റമുണ്ടാക്കി കൊടുത്തത് എന്ന വസ്തുത ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. BJPയുടെ വജ്രായുധമാണ് ഹിന്ദുത്വ എന്ന തുറുപ്പ് ചീട്ട്. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ അയോധ്യയ്ക്ക് തുല്യമാണ് കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ശബരിമല. ഈ ഒരു സങ്കല്പം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ എല്ലാ കാലത്തുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJPയുടെ പ്രചരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ അത് പത്തനംതിട്ടയിൽ നിന്ന് തന്നെ ആകണമെന്ന വാശി നരേന്ദ്രമോദിക്ക് ഉണ്ടായത്. എന്തായാലും കേരളത്തിൽ ക്രിസ്ത്യൻ സഭകളുമായി BJP അടുപ്പം പുലർത്തുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നതും വളരെ വ്യക്തമാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പുതിയൊരു പരീക്ഷണം തന്നെയാണ് പാർട്ടി ഇത്തവണ നടത്തിയത്. കാരണം മുൻ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ തന്നെ അവർ കളത്തിലിറക്കി. അതോടുകൂടി മണ്ഡലത്തിന് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടാനായിട്ടുമുണ്ട്. ക്രൈസ്തവ സഭകളുടെ കൂടി പിന്തുണ ലഭിക്കും എന്ന വിശ്വാസത്തിലാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി കൂടിയായ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലേക്ക് BJP ഇറക്കുന്നത്. എന്തായാലും BJP പ്രവർത്തകരുമായി അടുപ്പമില്ലാത്തയാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ഒരു മുറുമുറുപ്പ് തിരിച്ചടിയാകും എന്നുള്ള ആശങ്ക നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്തായാലും ക്രൈസ്തവ സഭകളുടെ കൂടി പിന്തുണ തങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ BJP കളത്തിലിറക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ പ്രത്യേകിച്ചും ആ ശബരിമല വിഷയം ഏറ്റവും അധികം ചർച്ചയിൽ നിന്ന സമയത്ത് BJPക്ക് അവിടെ 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു. ഇക്കുറി അതിനൊപ്പം ഒരു 50,000 വോട്ടുകൾ കൂടി അധികമായി നേടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അനിൽ ആന്റണിക്ക് വിജയം ഉറപ്പിക്കാം എന്ന് തന്നെ നേതൃത്വവും കണക്കുകൂട്ടുന്നു. എതിർമുന്നണി സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ വിഭാഗക്കാരായതുകൊണ്ട് തന്നെ തങ്ങൾക്കൊപ്പമുള്ള പരമ്പരാഗത വോട്ടുകൾ മറ്റൊരു മുന്നണിയിലേക്കും പോകില്ല എന്ന ആത്മവിശ്വാസം കൂടി BJPക്ക് ഇവിടെയുണ്ട്. മോദിയുടെ ഗ്യാരണ്ടിക്ക് ജനസമ്മതി തേടുമ്പോൾ തന്നെ നിലവിലെ വോട്ട് ബാങ്ക് സുരക്ഷിതമാണ് എന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന നേതൃത്വവും. എന്തായാലും യുവത്വത്തിന്റെ ഊർജം നാടിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് BJP പറയുന്നത്. മാത്രമല്ല, അനിൽ ആന്റണി പത്തനംതിട്ടയിൽ നിന്നും വിജയിച്ചു കയറുകയാണെങ്കിൽ ഉറപ്പായും അടുത്ത മോദി മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉണ്ടാകുമെന്നുകൂടി അവർ ഓരോ വോട്ടർമാർക്കും വാഗ്ദാനം നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും നേരിട്ട് വീടുകളിൽ ചെന്ന് വോട്ട് തേടുമ്പോൾ ഈ ഒരു ഉറപ്പ് BJPയുടെ നേതാക്കൾ പറയാൻ മറക്കുന്നില്ല. നമുക്കറിയാം, ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊക്കെ ഒരു ഇടവക അംഗത്തെ പോലെ തന്നെയാണ് അനിൽ ആന്റണി കയറി ചെല്ലുന്നത്. 3 തവണ പാർലമെന്റ് അംഗമായ ആന്റോ ആന്റണിയും അതിനോടൊപ്പം 2 തവണ MLA മന്ത്രിയുമായ തോമസ് ഐസക്കിനോടുമൊക്കെ മത്സരിക്കാനുള്ള കരുത്ത് അനിൽ ആന്റണിക്ക് ഉണ്ടോ എന്നതിന്റെ ഒരു നേർചിത്രം ഇപ്പോൾ പത്തനംതിട്ടയിൽ ലഭ്യമാണ്. കാരണം അദ്ദേഹം എല്ലാവർക്കും സമ്മതനായതുകൊണ്ട് തന്നെ BJPയുടെ വിജയ പ്രതീക്ഷകൾ ഇനിയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ ഇക്കുറി ഒരു ത്രികോണ മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJPയുടെ ഈ പരീക്ഷണം പാളുമോ അതോ വിജയിക്കുമോ എന്നതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.